വെറും 4 മിനിറ്റ് കൊണ്ട് നമുക്ക് കിലോ കണക്കിന് പപ്പടം ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. പപ്പടം ഉണക്കിയെടുക്കാനായി ഇനി ചെറിയൊരു സമയം മതി. ഇതാണ് ഞങ്ങളുടെ പപ്പടത്തിന്റെ ക്വാളിറ്റി. നല്ല വിരിച്ചലുണ്ട്, നല്ല പപ്പടമാണ്. ഇതിൽ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് 750 പപ്പടം 3-3.5 കിലോ പപ്പടം ഇതിൽ ഉണങ്ങി കഴിയും. മാവ് കുഴിച്ചത് ഈ മെഷീനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് നമുക്ക് പപ്പടം കണ്ടില്ലേ, കണ്ടോ പപ്പടം റെഡിയാണ്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം, പപ്പ വെയിലെ തുടങ്ങുന്ന അതേ ക്വാളിറ്റിയിൽ പപ്പടം ചെയ്യാം. ഒരു പപ്പട വ്യവസായിക്ക് 50,000 രൂപ 60,000 രൂപക്കാണ് കറണ്ട് ബില്ല് വരുന്നത്. പക്ഷേ ഇവിടെ വെറും 5,000 രൂപ മാത്രം മതി. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാം, കമ്പനിയുടെ പേരും ലൊക്കേഷനും ഒക്കെ. ഇത് താമരശ്ശേരി എളേറ്റിൽ വട്ടോളിയാണ് സ്ഥാപനം വരുന്നത്. തൊയ്ബ പപ്പടം എന്നാണ് പപ്പടത്തിൻ്റെ കമ്പനിയുടെ പേര്. ഇവിടെ മാനുഫാക്ചറിങ് ഉണ്ട്, അതോടൊപ്പം പപ്പട ഡ്രയർ ഞാൻ കണ്ടെത്തിയ പപ്പട ഡ്രയർ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ A to Z വരെ പപ്പടത്തിന്റെ എല്ലാ കാര്യവും ഇവിടെ വന്നാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. കുറഞ്ഞ ചെലവിൽ പപ്പടം ഉണക്കാനുള്ള ഡ്രയർ ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ പേറ്റന്റ് കിട്ടിയതാണ്. ഇന്ത്യൻ പേറ്റന്റ്, ഗ്രാൻഡ് യൂട്ടിലിറ്റി പേറ്റന്റ്, അതുപോലെ തന്നെ ഡിസൈൻ പേറ്റന്റ് എല്ലാം റെഡിയാണ്. അതിന് മാത്രമേ എത്ര വർഷം ടൈം എടുത്തു? 5 വർഷത്തോളം ഇതിനെടുത്തു. വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് പേറ്റന്റിലേക്ക് വരിക എന്നുള്ളത്. പക്ഷേ ഇത് കണ്ടുപിടിച്ച ആ ഒരു ഡ്രയറിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ നിലവിൽ 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് പപ്പട നിർമ്മാണം ആവശ്യമായിട്ടുള്ള ഡ്രയറിന്റെ വില എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു പപ്പട വ്യവസായിക്ക് പിന്നെ വലിയ എമൗണ്ട് ആണ് ഒരു മാസത്തിൽ കൊടുക്കേണ്ടി വരുന്നത്. 50,000 രൂപ 60,000 രൂപക്കാണ് കറണ്ട് ബില്ല് വരുന്നത്. പക്ഷേ ഇവിടെ വെറും 5,000 രൂപ മാത്രം മതി. ഈ ഡ്രയർ ആവുമ്പോൾ അത്രയും എമൗണ്ട് അല്ല, മൊത്തം വർക്ക് ചെയ്താൽ വെറും 5,000-6,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതിന് വലിയൊരു തീർച്ചയായിട്ടും. ഒരു ദിവസം 450-400 കിലോ പ്രൊഡക്ഷൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അതിന് ഇത്രയധികം ജോലിക്കാരുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനും വളരെയധികം കൂടുതലാണ്. എന്നിട്ട് പോലും ഒരു മാസം വൈദ്യുത ബില്ല് എന്ന് പറയുന്നത് വെറും 5,000 രൂപ. ആ ഒരു എമൗണ്ട് ആണ് വരുന്നത്. ഞാൻ ബില്ല് കാണിക്കാം. മാത്രമല്ല ഈ ഡ്രയർ എന്ന് പറയുന്നത് വെറും 1,65 1,65,000 രൂപ മതി. മറ്റു ഡ്രയറുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. മറ്റു ഡ്രയറിന് 10 ലക്ഷം മുതൽ 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ബില്ല് വരുന്നുണ്ട്. ഓക്കെ, നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രയർ എന്ന് പറയുന്നത് 6 ലക്ഷം മുതൽ മുകളിലേക്കായിരിക്കും. കൺവെയർ ബെൽറ്റൊക്കെ വരുന്ന വലിയൊരു ഡ്രയറാണ്, ഹ്യൂജ് ആയിട്ടുള്ള ഡ്രയറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതേ നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ് ഈ ഒരു ഡ്രയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി സാധിക്കും. പക്ഷേ വിലയും കുറവാണ്, വൈദ്യുത ബില്ല് പ്രത്യേകിച്ച് കുറവാണ്. വൈദ്യുത ബില്ല് മന്ത്ലി ഇത്ര പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ 5,000 രൂപയാണ് വരുന്നത്. അതുകൂടാതെ ഡ്രയറിന്റെ വില പറയുന്നത് 1,65 ഡ്രയറിന്റെ വില വരുന്നത്. നമുക്ക് ഡ്രയർ ഒന്ന് കാണാം. ഇദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു മോഡൽ നമുക്കൊന്ന് കാണാം. അങ്ങോട്ട് പോയാലോ? കണ്ടില്ലേ, ഇതാണ് ഇദ്ദേഹം നിർമ്മിച്ച ഡ്രയർ. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ. ഇതെന്ന് പറഞ്ഞാല് പപ്പടം ചെയ്യുന്ന ഭാഗം ഈ സർഫേസ് സ്റ്റീലിനാൽ നിർമ്മിച്ചതാണ്. പിന്നെ പുറം ഭാഗം എന്ന് പറയുന്നത് ഹീറ്റ് തീരെ ഉണ്ടാവില്ല. ലേഡീസിനൊക്കെ ടോപ്പിൽ മാത്രമേ ഉണ്ടാവൂ. ഇതിന് സെറാമിക് ഇട്ട് ലോക്ക് ചെയ്തതാണ്. ഒരു നിലക്കുള്ള ചൂടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. മറ്റു ഡ്രയറുകളെ അപേക്ഷിച്ച് കൺവെയർ ബെൽറ്റിന്റെ ആവശ്യമില്ല, മോട്ടറിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഡയറക്റ്റ് നമുക്ക് പപ്പടം കൊടുത്തു. ഏരിയ മൊത്തം ചൂടായിരിക്കും. വല്ലാതെ ചൂട് ഹീറ്റ് അടിക്കും. അതെ, ഹീറ്റ് ആ റൂം ഫുള്ളായിട്ട് ചൂടായിരിക്കും. ഇത് ആ പ്രശ്നങ്ങളൊന്നും ഇവിടെ നിന്ന് ചേട്ടന് ചൂടടിക്കുന്നുണ്ടോ? ഈ ടോപ്പിൽ പപ്പടം ചെയ്യുന്ന ഭാഗം മാത്രമേ ചൂടുണ്ടാവൂ. അതുകൊണ്ടാണ് കറണ്ട് ബില്ല് അത്രയും കുറയാൻ കാരണം. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം, പപ്പ വെയിലെ തുടങ്ങുന്ന അതേ ക്വാളിറ്റിയിൽ പപ്പടം ചെയ്യാം. എല്ലാ എക്സ്പാൻഷനും വിരിച്ചിലും പൊള്ളക്കും ഒക്കെ ഉണ്ടാവും. ഇതിൽ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് 750 പപ്പടം 3-3.5 കിലോ പപ്പടം ഇതിൽ ഉണങ്ങി കഴിയും. നമ്മുടെ കാലാവസ്ഥയെ പേടിച്ച് ബിസിനസ്സിൽ നിന്ന് പുറകോട്ടൊന്നും പോകണ്ട. സാധാരണ പറഞ്ഞാൽ പഴയ കാലത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സൂര്യനെ ആശ്രയിച്ചാണ് പപ്പടം ഉണക്കിയെടുക്കുന്നത്. ചാക്കിലൊക്കെ ചിക്കിയിട്ടുള്ള ഇതെല്ലാം കംപ്ലീറ്റ് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ എല്ലാ പരിപാടികളും പാക്കിംഗ് ഉൾപ്പെടെ ചെയ്ത് അങ്ങ് മാറ്റുകയാണ്. ഒരു സാധാരണക്കാരന് പ്രത്യേകിച്ച് ഈ പപ്പട എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമാണ്. എല്ലാ നിലക്കും അവർക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ കറണ്ട് ബില്ല് കുറവാണ്. ആ നിലക്കുള്ള എല്ലാ സൗകര്യവും ഇതിലുണ്ട്. പിന്നെ മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള പപ്പടവും കിട്ടും. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പുതുതായിട്ട് ആരെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു പപ്പട നിർമ്മാണ യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ യൂണിറ്റ് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് കൂടുതലും മെഷീൻസ് ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അല്ലേ? പിന്നെ വന്ന് നോക്കി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ഇതിന്റെ രീതികളൊക്കെ കണ്ട് മനസ്സിലാക്കുക. കൂടാതെ ഈ ഡ്രയറിനെ കുറിച്ച് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാനുള്ള അവസരം
അവസരമുണ്ട്. കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഒരുപാട് എന്താ ഒത്തിരി അല്ലേ പല എന്താ ബാച്ച് നമ്മൾ പപ്പടം എടുത്തു കഴിഞ്ഞു അല്ലേ, എല്ലാം കുറഞ്ഞ സമയം കണ്ടെന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് ഇതുപോലെ തിരിച്ചിടുന്നു. അത് കഴിഞ്ഞ് 4 മിനിറ്റ് 3-4 മിനിറ്റിനകത്ത് അവർ തിരിച്ചെടുക്കുകയും ചെയ്തു, പാക്ക് ചെയ്യുകയും ചെയ്തു. അത്ര പെട്ടെന്ന് നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് അത്രയും കൂട്ടാൻ വേണ്ടി പറ്റില്ല. ഏകദേശം 40 കിലോ പപ്പടം ഒരു മണിക്കൂറിൽ നമ്മൾ ചെയ്തെടുക്കാം. 40 കിലോ ഒരു മണിക്കൂറിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഡ്രയറിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് എല്ലാം ബോധ്യപ്പെടാം. ഞങ്ങൾ ഈ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നില്ല. പക്ഷേ എന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രയറിനെക്കാളും എന്തുകൊണ്ടും നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ ഡ്രയർ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇനി എന്താ എല്ലാ സിമ്പിൾ കാര്യങ്ങളാണ്, ഇതിന്റെ വർക്കിംഗ് എല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. ലേഡീസിന് വരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ, യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇനി നേരിട്ട് വന്ന് നിങ്ങൾ കണ്ട് എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ മെക്കാനിക്കൽ സൈഡ് കൂടെ നോക്കാം. ഇതിന് 2 സ്വിച്ചാണ് വരുന്നത്. ഒരു സ്വിച്ച് ഡയറക്റ്റ്, പിന്നെ ഒരു സ്വിച്ച് കൺട്രോളാണ്. അങ്ങനെ നമുക്ക് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. എത്ര ഡിഗ്രിയിലാണോ നമ്മൾ ചൂട് ചെയ്യുന്നത് വെച്ചാൽ ആ ഡിഗ്രിയിൽ കട്ട് ഓഫ് ആയി പോകും. ഇത് 150 ഡിഗ്രി 130 ഡിഗ്രി വരെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാറുള്ളത്. അതാണ് നമ്മളെ കേരള പപ്പടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ചൂട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഡ്രയർ നമുക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലേ? അതെ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് കുറഞ്ഞ പ്രൈസിൽ നമുക്ക് അല്ലേ കിട്ടും കൊടുക്കാം. ഒരു 165 മാത്രമേ ഇതിന് വരുന്നുള്ളൂ. പിന്നെ ഡെലിവറിയുടെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഡെലിവറി നമ്മൾ ഒരു 20 ദിവസത്തിനുള്ളിൽ ഓർഡർ ചെയ്ത് ഒരു 20 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹം 5 വർഷത്തോളം ഇതിന്റെ പുറകെ നടന്ന് അതിന്റെ അല്ലേ എല്ലാ കാര്യം പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അല്ലേ യൂസ്ഫുൾ ആണ്. ഞാൻ 5 വർഷം ഉപയോഗിച്ച് ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ലേഡീസിനോടൊക്കെ ചോദിച്ചാൽ അറിയാം അവർക്കുള്ള സൗകര്യം എത്ര മാത്രം ഉണ്ട് എന്നുള്ളത്. നമുക്ക് 2 യൂണിറ്റ് ഉണ്ട്. 2 യൂണിറ്റ് അതെ. ഇതില് അതെ 300-400 കിലോ പപ്പടം ഇതിൽ ചെയ്യാൻ കഴിയും. ഈ ഡ്രയർ വാങ്ങാൻ വേണ്ടി സബ്സിഡി കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും സബ്സിഡിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. പേപ്പർ വർക്ക് ഒക്കെ എല്ലാം ചെയ്തു കൊടുക്കും. എല്ലാം നിനക്കും ചെയ്തു കൊടുക്കും. ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ്? വാറണ്ടി എന്ന് പറഞ്ഞാൽ 1 വർഷം വാറണ്ടി. എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മളത് മാറ്റി വെച്ചു കൊടുക്കും. ഓക്കെ, മെഷീൻസിന്റെ വീഡിയോ നമ്മൾ പൊതുവെ ചെയ്യുമ്പോഴേക്കും ചില വീഡിയോസ് വില ആഡ് ചെയ്യാൻ കഴിയാറില്ല. അത് ശരിക്കും പറഞ്ഞാൽ അവർ വില പറയാത്തത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വില പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാനൊന്നുമില്ല. ഇതൊരു പപ്പട വ്യവസായിക്ക് ഏറ്റവും അനുയോജ്യമായ പപ്പട ഡ്രയറാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം കണ്ടെത്തിയതുമാണ്. പപ്പട വ്യവസായം രക്ഷപ്പെട്ടു പോകണമെന്നുള്ള ഒറ്റ താല്പര്യത്തോടു കൂടിയാണ് ഇത് കണ്ടെത്തിയതും. അല്ലാണ്ട് എനിക്ക് എത്ര വേണമെങ്കിൽ വില കൂട്ടി പറയാലോ, അതൊന്നുമില്ല. എനിക്കറിയാം ഒരു പപ്പട വ്യവസായി അനുഭവിക്കുന്ന വേദന ഞാൻ 8 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ്. കൂടുതൽ വില ഒന്നും ഈടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലക്കാണ്. നിലവിൽ 70-ലധികം ഓർഡർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 70-ഓളം ഡ്രൈവറുകൾക്ക് ഓർഡറായി എല്ലാ ഭാഗത്തും തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള എല്ലാ ഭാഗത്തും ഡ്രൈവറിന് ഓർഡർ വന്നു. നമുക്ക് എങ്ങോട്ടേക്കാളും എത്തിക്കാനുള്ള സൗകര്യം തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും. ഇപ്പൊ അപ്പളത്തിന് വരെ ഓർഡർ വന്നുകൊടുക്കണം. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് പപ്പടം ചെയ്ത് അപ്പളം ചെയ്ത് പോയിട്ടുണ്ട്. അവർ ഓക്കെ പറഞ്ഞ് സക്സസ് പറഞ്ഞിട്ട് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷം. ഇവിടെ വന്ന് കണ്ടാൽ അവര് എക്സൈറ്റ് ആയിട്ട് വരുന്നതെങ്കിലും പിന്നെ വന്നിട്ട് കണ്ടിട്ട് അവർ ഓർഡർ ചെയ്താണ് പോവാ. പിന്നെ കാശും തന്നിട്ടാ പോകുന്നത്, അഡ്വാൻസ് തന്നിട്ടാ പോകുന്നത്. കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ഡ്രയർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മുടെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോഴേക്കും. അങ്ങനെ നിങ്ങൾ ഒരു ഡ്രയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇത്രയും വിലക്കുറവിൽ ഇത്രയും ക്വാളിറ്റി ഡ്രയർ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിലവിൽ അവൈലബിൾ അല്ല. ഒരു പ്രയാസം എന്ന് വെച്ചാൽ പപ്പട വ്യവസായികൾ ഈ പപ്പടം ഈ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഈ ഡ്രയറിന്റെ വില കുത്തനെയുള്ള വിലകളൊക്കെ കണ്ട് ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. അപ്പോൾ വലിയ കുത്തക ടീമുകൾ വന്നിട്ട് ഇതിനെ കൈയാളുകയും അതിൽ കംപ്ലൈന്റ് ഉള്ള ലാർജ് പ്രൊഡക്ഷൻ മൊത്തം അവരുടെ കയ്യിലായി. മാത്രമല്ല ഇതിൽ ഉഴുന്നാണ് ചേർക്കേണ്ടത്. അതിന് പകരം പല ആളുകളും മൈദയും മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കൽ ലാഭത്തിന് വേണ്ടി ചേർക്കലുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ പപ്പടത്തിന്റെ ഒരു മെച്ചം വരും. കാരണം ചെറുകിടക്കാർ ഇതിലേക്ക് വരലോടുകൂടി ഈ ഡ്രയർ പോലുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് അവർക്ക് വലിയ അനുയോജ്യമായി വരികയും അവർ പപ്പടത്തിലേക്ക് വരികയും ചെയ്താൽ സ്വാഭാവികമായിട്ടും പപ്പടം നന്നാവും. ആളുകൾ പപ്പടം ക്വാളിറ്റി കൂടുകയും പപ്പടത്തിന് കസ്റ്റമേഴ്സ് വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മളെ പപ്പടം നന്നായി കിട്ടണം. അതാണ് മാക്സിമം നമ്മൾ ചെയ്യുന്ന ബിസിനസ് അത് ക്വാളിറ്റിയിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് പേര് ഇതിലേക്ക് വരണം. ഒരുപാട്
പഴയ ആളുകളൊക്കെ ഇതിലേക്ക് തിരിച്ചു വരണം, നിർത്തിയ ആളുകളൊക്കെ ഇതിലേക്ക് തിരിച്ചു വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതെ അതെ. ഇപ്പോൾ ഒരുപാട് പേര് മുൻപ് നല്ല രീതിയിൽ ലാർജ് സ്കെയിൽ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കാലാവസ്ഥ കാരണമൊക്കെ ചെറിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ കുറഞ്ഞ രീതിയിൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുൻപത്തെ കാലം നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡ്രയർ വളരെ സഹായിക്കും. നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാം ഇവിടെ എങ്ങനെയാണ് ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഒരു ദിവസം ഇത്രത്തോളം പ്രൊഡക്ഷനുള്ള ഒരു യൂണിറ്റും കൂടെ അവർ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. പിന്നെ വനിതകളാണ് കൂടുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതിലേക്ക് വരാൻ, ഒരു ദിവസം വന്നൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വരാനുള്ളൊരു പ്രചോദനം അതുവഴി ഉണ്ടാകും, അത് ഉറപ്പാണ്. ഞാൻ വന്ന് ഒത്തിരി നേരം അതെല്ലാം അവരുടെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കി നിന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് നിലവിൽ എവിടേക്കാണെങ്കിലും അയക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് പോലും നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഡ്രയർ അയച്ചു തരാൻ വേണ്ടിയിട്ട് സാധിക്കും. ചേച്ചി എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? 2019 തുടങ്ങിയത്, അന്ന് മുതലേ ഞങ്ങളിത് ഇവിടെ വരുന്നുണ്ട്, ജോലിക്ക് വരുന്നുണ്ട്. ഈ ഡ്രയർ എങ്ങനെയാണ് ഉപയോഗിക്കാൻ? ഡ്രയർ കംഫർട്ടബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഞങ്ങൾ തന്നെയാണ് ഓൺ ചെയ്യുന്നത്, ഒരു പ്രശ്നമില്ല. ചൂടൊക്കെ മേലെയുള്ള ഈ ചൂട് മാത്രമേ ഉള്ളൂ. ടോപ്പിൽ മാത്രമേ ചൂട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല, ഒന്നും അങ്ങനത്തെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഇതും സുരക്ഷിതം തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ പൊതുവെ നല്ല പപ്പടമാണ്. ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് പപ്പടം നല്ല പപ്പടമാണ്. ഈ ഏരിയയിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതാക്കുന്ന പപ്പടം നല്ല രീതിയിലുണ്ടാകുന്നുണ്ട്. സെയിലും നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പപ്പടം. ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റിന്റെ പുറകിൽ ആരും പോകില്ല. നിങ്ങൾ ഞാൻ വന്നിട്ട് തന്നെ ഇവിടെ അത്രത്തോളം അവർ നിർമ്മിക്കുന്നുണ്ട്. അത്രത്തോളം സെയിൽ നടക്കുന്നുണ്ടാണ് അല്ലേ? ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പം ആദ്യം തുടങ്ങിയതിനേക്കാളൊക്കെ എത്രയോ മുമ്പിലാണ് ഞങ്ങൾ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് പിന്നെ പപ്പടം വാങ്ങിക്കൊണ്ടുപോകുന്ന നോക്കാം. ഏരിയയിലേക്കുള്ള ഏറ്റവും നല്ല പപ്പടം തന്നെയാണ്. ചേച്ചി ഇതിപ്പോൾ കൂടുതൽ വനിതകളാണ് വർക്ക് ചെയ്യുന്നത്? ആ, കൂടുതൽ വനിതകളാണ്. അതെ അല്ലേ? അപ്പോൾ ആർക്കാരും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അതിനുള്ള എല്ലാ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി എന്ത് ഞങ്ങൾക്ക് സംഭവിച്ചാലും അത് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. മാക്സിമം സബ്സിഡിയൊക്കെ വനിതാ സംരംഭമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു യൂണിറ്റ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ വന്ന് നേരിട്ട് വന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചേച്ചി ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ റെഡിയാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കണ്ട എല്ലാ കാര്യങ്ങളും ബോധ്യമായതിനു ശേഷം നിങ്ങൾക്ക് ഈ മെഷീൻ വാങ്ങാം. മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിലൊക്കെ അന്വേഷിക്കാം. മാർക്കറ്റിൽ എങ്ങനെ അന്വേഷിച്ചാലും ശരിയാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഡ്രയർ കിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾ കാലാവസ്ഥയെ ആശ്രയിച്ച് ചെറുകിട യൂണിറ്റ് പോലെ മുന്നോട്ട് പോകേണ്ടി വരും. ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ട് നല്ലൊരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രയർ കൂടിയേ തീരും. ഈ ഒരു ബിസിനസ്സിലേക്ക് ഈ ഒരു ഡ്രയർ കൂടിയേ തീരുള്ളൂ. അങ്ങനെ നിങ്ങൾ ഡ്രയറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റിൽ നല്ല പ്രൈസാണ്. നല്ല പ്രൈസ് പറഞ്ഞാൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് എടുത്ത് പറയേണ്ട കാര്യമില്ല. നല്ല പ്രൈസിലാണ് ഡ്രയറെല്ലാം സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷം 1,65,000 രൂപയ്ക്കാണ് പ്രൈസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ അന്വേഷിച്ച് നോക്കാം. ഇത്രയും വിലക്കുള്ള ഡ്രയർ കിട്ടില്ല, ഇത്രയും പ്രൊഡക്ഷനുള്ള ഡ്രയർ ഈ വിലക്കൊന്നും കിട്ടില്ല. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളൊക്കെ സർക്കാരിലേക്ക് ഒന്ന് എത്തിക്കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത് ഇപ്പം നിലവിലുള്ള ഡ്രയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വളരെ ലോസ് ആയിട്ടാണ് ഈ വിഷയം വരുന്നത്, ഈ ഡ്രയർ വരുന്നത്. അത് പിന്നെ വ്യവസായികൾക്ക്, ചെറുകിട വ്യവസായികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ആ നിലക്ക് പുതിയതായിട്ട് ആളുകൾ ഇതിലേക്ക് കടന്നു വരും. അതോടൊപ്പം നിലവിലുള്ള ആളുകൾ, നിർത്തിപ്പോയ ആളുകളൊക്കെ തിരിച്ചു വരും. ആ നിലക്കൊക്കെ എല്ലാ നിലക്കും പപ്പട വ്യവസായികൾക്ക് സന്തോഷകരമാണ്. ആ നിലക്ക് പപ്പടം നന്നായി കിട്ടും. കേരളത്തിലുള്ള പപ്പട വ്യവസായികൾ, പപ്പട യൂണിറ്റുകൾ വർദ്ധിക്കും. പപ്പടം ഉപയോഗിക്കുന്നവർ വളരെ കൂടും എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ എനിക്ക് ഇപ്പോൾ ഇതിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഇന്ത്യ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൂടെ വലിയ ഉപകാരങ്ങൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഗവൺമെൻറ്റിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എല്ലാവരും ഒന്ന് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് പറയാനുള്ളത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള മെഷീൻ കുറഞ്ഞ വിലയ്ക്കാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് വരാനും ഇതിൻ്റെ ഈ ഒരു ഫീൽഡിലെ ആ ഒരു ക്വാളിറ്റി ഒക്കെ ഒന്ന് അല്ലേ, തീർച്ചയായിട്ടും പപ്പടം നന്നായി കിട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. പപ്പടം നല്ല പപ്പടം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ക്വാളിറ്റിയുള്ള, മായം ചേർക്കാതെ, മൈദ ചേർക്കാതെ പപ്പടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നമുക്ക് അധികം ചിലവില്ലാതെ അല്ലേ, അധികം ചിലവില്ലാതെ ആളുകളിൽ ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം, വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്നപ്പോൾ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടെ, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേർക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങൾ കൊണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അവരുടെ ആഗ്രഹം മാറ്റി വെച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തട്ടെ. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പപ്പട വ്യവസായ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടികളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈർപ്പവും അതുപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അത് മൂവബിൾ ആയാലേ, പപ്പട ഡ്രയറൊക്കെ മൂവബിൾ ആയാലേ നമുക്ക് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാനൊക്കെ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇതിന് ടയർ കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് യഥേഷ്ടം സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുകയും ചെയ്യും. ഈ കാണുന്ന അംഗീകാരങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതാണ്. ഇത് കൂടാതെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ പപ്പട നിർമ്മാണ ഡ്രയറിനുള്ള പേറ്റന്റ് അതിന് ലഭിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിനാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അംഗീകാരം ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അപ്പോൾ ഒരുപാട് അംഗീകാരം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ?